ഇല്ലുമിനാറ്റി പറഞ്ഞിട്ട് ചേട്ടൻ വന്നിട്ട് സീൻ മാറ്റുന്ന പറഞ്ഞത് കംപ്ലീറ്റ്ലി സീൻ മാറ്റിയിരിക്കുകയാണ്. പറഞ്ഞ വാക്കുകൾ പൊന്നായില്ലേ? എനിക്ക് സംശയമുണ്ട്. അവൻ തന്നെ പേടിച്ചു. ഞാൻ പറഞ്ഞ ആൾക്കാർ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കൂ, രക്ഷപ്പെട്ടു, പണിപാളിയില്ല, സീൻ മാറ്റി എന്ന് പറഞ്ഞു. I got a call from Rajinikanth, which was very unexpected, and സാറിന് സംസാരിച്ചു. ആൻഡ് ക്ലൈമാക്സിൽ ആ പാട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ ഇത്രത്തോളം വന്നു, ഇനിയിപ്പോ 200 crore ക്ലബിൽ കയറുമോ? കേട്ടും. അവരോട് എനിക്കൊന്നും പറയാനില്ല. അവരത് ഇപ്പോഴും കൂടെ കാണും, ഇതും കഴിഞ്ഞും കാണും, ഇന്നലെയും കാണണം. അവരില്ലെങ്കിൽ പടമില്ല. കാരണം റീൽ ബോയ്സും അവിടുത്തെ കൊടൈക്കനാലിൽ ഷൂട്ട് വെച്ചിട്ട് ഇവർക്ക് എന്നെ പരിചയമില്ലെങ്കിൽ എന്നെ തള്ളിയിട്ടിട്ട് പോയെന്നെ. അല്ലെങ്കിൽ അത്രയും ക്രൂരമായ ഷൂട്ട് തന്നെയായിരുന്നു അവിടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ഈ പടത്തിലെ നടനല്ലാത്തതിൻ്റെ ഭാഗ്യമാണ്. അല്ലെങ്കിൽ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് കേട്ടിട്ടുണ്ട്. അതൊരു ക്ലാസിക് എക്സാമ്പിളാണ് ചിദംബരം. ഡയറക്ടർ ചിദംബരം, മറ്റാരെ പറ്റില്ല, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ ചിദംബരം ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. ചിതു ചേട്ടാ, ഞാനും പറഞ്ഞ ശരിയല്ലേ? നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായിട്ട് കയറി വരുന്നു. ഇന്നത്തെ ഒരു ഇതനുസരിച്ച് ഒരു 176 crore അടുപ്പിച്ചായി. എന്താണ് ഈ സമയത്ത് തോന്നുന്നത്? വെരി ഹാപ്പി. ലൈക്ക് ഇത്രയും റിസപ്ഷൻ കിട്ടിയതിൽ, ലൈക്ക് നോട്ട് ജസ്റ്റ് ഇൻ കേരള, ഓൾ ഓവർ ഇന്ത്യ ആൻഡ് ലൈക്ക് ഗ്ലോബലി people accept ചെയ്തതിൽ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഈ നമ്മളിങ്ങനെ പറയാറുണ്ട്, മറ്റേ ഈ ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സുഷിൻ ഷാമിനി ആ കാറ്റഗറിയിൽ പെട്ട ഒരാളാണ്. കാരണം ചേട്ടൻ വന്നിട്ട് സീൻ മാറ്റുന്ന പറഞ്ഞത് കംപ്ലീറ്റ്ലി സീൻ മാറ്റിയിരിക്കുകയാണ്. ശരിക്കും പറ, ആ സുഷിൻ ചേട്ടൻ പറഞ്ഞ വാക്കുകൾ പൊന്നായില്ലേ? എനിക്ക് സംശയമുണ്ട്. ചേട്ടൻ സംശയമുണ്ടല്ലേ? അതെന്താ അങ്ങനെ? അങ്ങനെയാണ് സുഷിൻ, ലൈക്ക് സുഷിൻ്റെ വാക്ക്, സുഷിൻ പറഞ്ഞുകൊണ്ടാണ് പടത്തിനായ ഇനീഷ്യലി ഒരു പബ്ലിസിറ്റിയും ആ ഒരു ട്രാക്ഷൻ ഉണ്ടായത്. അപ്പോൾ അവൻ്റെ വാക്കുകൾക്ക് എത്ര വിലയുണ്ടെന്നുള്ളത്, എക്സ്പെഷ്യലി മലയാളീസിലേക്ക് ആ സുഷിൻ പറയുന്ന ഒരു വാക്ക്, ആൻഡ് ഇറ്റ് വാസ് അവൻ തന്നെ പേടിച്ചു. ഞാൻ പറഞ്ഞ ആൾക്കാർ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കൂ. സോ വെരി താങ്ക്ഫുൾ ടു സുഷിൻ. ലൈക്ക് അതാണ് ദാറ്റ് ഇനീഷ്യൽ നമ്മുടെ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് പുഷ്. അതാണ് ഇത് കഴിഞ്ഞത്. ഇത്രയൊക്കെ ആയപ്പോൾ സുഷിൻ ചേട്ടനെ വിളിച്ചിരുന്നോ? നമ്മൾ ഇത്രയൊക്കെ അടിച്ചു. ഞാൻ ഇടയ്ക്ക് സുഷിനെ എപ്പോഴും ഇന്നലെയും കൂടെ കാണുന്നത്, എല്ലാ ദിവസവും കാണുന്ന ആളാണ്. ഞാൻ കൊച്ചിയെത്തി വന്ന സുഷിനെ പോയി കണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ നിങ്ങൾ മെയിനായിട്ട് പറഞ്ഞ കാര്യമാണ് എന്താണ്? രക്ഷപ്പെട്ടു, പണിപാളിയില്ല, സീൻ മാറ്റി എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഇതൊരു പാൻ ഇന്ത്യൻ ഹിറ്റാണ്. കാരണം ഒരു യങ്ങസ്റ്റ് ഡയറക്ടറെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു യങ് ഡയറക്ടറെ സംബന്ധിച്ച് രണ്ടാമത്തെ പടം തന്നെ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേന് ചേട്ടൻ എന്താണ് ഫീൽ ചെയ്യുന്നത് ആസ് എ ഡയറക്ടർ? എന്താണ് ഫീൽ ചെയ്യുന്നത്? വെരി ഹാപ്പി. അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയാ, രണ്ടാമത്തെ പടം അങ്ങനെ ആയതിൽ വളരെ ഭാഗ്യം. എന്നാൽ ഇനി അടുത്ത പടങ്ങൾ ഇതിലും ഇത് ഏകദേശം ഇത്രയെങ്കിലും എത്തണം എന്നുള്ളതാണ് എൻ്റെ അതിൻ്റെ ഒരു ആഗ്രഹവും അതിൻ്റെ ഒരു പ്രശ്നവും. ചേട്ടാ, അതൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ ശരിക്കും? ഇപ്പൊ കാരണം രണ്ടാമത്തെ സിനിമ തന്നെ ഇത്രത്തോളം ഹൈപ്പിലെത്തി, ഇനി ഒരിക്കൽ പോലും ഇനി താഴേക്ക് പോകാൻ പാടില്ല. കാരണം അത് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടോ? അല്ല, റെസ്പോൺസിബിലിറ്റി അങ്ങനെ ടെൻഷൻ ഇടയ്ക്ക് വരും, പിന്നെ ഇടയ്ക്ക് ഉണ്ടാവില്ല. അതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഐ ഓൾവേസ് കൺസിഡർ എവറി മൂവി ആസ് മൈ ഫസ്റ്റ് മൂവി. അങ്ങനെ നോക്കി ചെയ്യുമ്പോൾ പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് പടമാണ്, ബാക്കിയൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണ്. ഇപ്പം ജാനമൻ ഹിറ്റ് ആയപ്പോഴും ഐ ഹാഡ് എ വെരി ബിഗ് പ്രഷർ, ലൈക്ക് കോമഡി, അവർ ഇതിനെക്കാളും വലിയ കോമഡി ചെയ്യണം, അങ്ങനെ ഒരു ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കുമ്പം ജാനമൻ ഡസൻ എക്സിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുക. അപ്പം ഞാൻ അടുത്ത പടം ചെയ്യുമ്പോൾ ഈ രണ്ട് പടങ്ങൾ ഡസൻ എക്സിസ്റ്റ് ഫോർ ഫസ്റ്റ് പടം ചെയ്യുന്ന പോലെ ചെയ്യണം. ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കമൽ സാറിനെ മീറ്റ് ചെയ്യുന്നത്. അതാ ഇപ്പൊ ചെന്നൈയിലൊക്കെ പോയി മീറ്റ് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കമൽ സാറെ കാണുമ്പോൾ പിന്നെ എന്തായാലും ഇറ്റ് വാസ് വെരി മാജിക്കൽ. കമല കണ്ടു, പുള്ളിക്കാരൻ ഈ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് അസ്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കമൽ സാർ തന്നെ ഒരു പ്രൈവറ്റ് പ്രിവ്യൂ വെച്ചു ഫോർ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. വി വർ ഇൻവൈറ്റഡ് ഫോർ ദാറ്റ്. അപ്പോൾ കമൽ സാറിൻ്റെ സൈഡിൽ ഇരുന്ന് ഞാൻ വീണ്ടും ഫുൾ പടം ഇരുന്നുണ്ട്. കമൽ സാറും സന്താന ഭാരതി സാറും ഉണ്ടായിരുന്നു. അവിടെ കുറേ പേരുണ്ടായിരുന്നു, ഹിസ് ഫ്രണ്ട്സ്. സോ ഹീ റിയലി ടുക്ക് ഇറ്റ് ആസ് ഹിസ് ഓൺ ഫിലിം. സ്വന്തം പടമായിട്ട് കണ്ടു പുള്ളിക്കാരൻ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. ആൻഡ് കമൽ സാറിൻ്റെയും ഉദയനിധി സ്റ്റാലിൻ്റെയും ആ ഒരു ഫസ്റ്റ് ട്വീറ്റും അത് കാരണമാണ് തമിഴ്നാട്ടിൽ ഇറ്റ് ഗെയിൻ ട്രാക്ഷൻ. നൗ ഇറ്റ്സ് ബീൻ ഗോയിങ് ക്രേസി ദെയർ. ആൻഡ് ഐ ഗോട്ട് എ കോൾ ഫ്രം രജനികാന്ത്, വിച്ച് വാസ് വെരി അൺഎക്സ്പെക്റ്റഡ്. ആൻഡ് സാറിനോട് സംസാരിച്ചു. ആൻഡ് a lot of support and thanks to Kamal sir for like starting. അതൊരു വലിയ ഭാഗ്യമാണ് ശരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഓഡിയൻസും അവിടുത്തെ ഒരു ഓഡിയൻസും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്, പല സിനിമ എടുക്കുമ്പോഴാണെങ്കിലും അതിൽ ഡിഫറെൻ്റ് വരുത്തിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേന് അവിടെ പോയി അവർക്കൊപ്പം സിനിമ കണ്ടപ്പം എന്തായിരുന്നു ഒരു റെസ്പോൺസ്?
അത് ഭയങ്കര അത് യുനോ തമിഴ് കൾച്ചറും ആൻഡ് തമിഴ് കൾച്ചർ ഈസ് വെരി മച്ച് ക്ലോസ് ടു സിനിമ എന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായി മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ്. മദ്രാസ് ആണല്ലോ ലൈക്ക് പല എല്ലാ തെലുഗു കന്നഡ മലയാളം ഇൻഡസ്ട്രി എല്ലാവരുടെയും ഒരു മദർ സിറ്റി ആയിരുന്നു ചെന്നൈ. സോ ചെന്നൈ ആൻഡ് ഫിലിംസ് ഗോ ബാക്ക് എ ലോങ് ടൈം. സോ അവിടുത്തെ ആൾക്കാരുടെ വ്യൂവിങ്ങിലെ എനർജി എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവിടെ പോയി പടം കാണുമ്പോൾ വേറൊരു ഫീലാണ്. അവരെല്ലാത്തിലും കൈയടിക്കും, വിസിലടിക്കും. സോ അവർ ഭയങ്കര റിയാക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ട് സിനിമ കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് വേറെ രസമാണ് അവിടെ പോയി പടം കാണുന്നത്. നമ്മുടെ ഈ സിനിമയും നമ്മുടെ സ്റ്റോറിയും സ്ക്രിപ്റ്റിങ്ങും എല്ലാം ഗംഭീരമാണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വിജയത്തിന് 1% അർഹത നമ്മുടെ ആ പാട്ടിനുണ്ടല്ലേ, കൺമണി അൻപോണം എന്നുള്ളത്. അപ്പൊ അതിന്റെ റൈറ്റ് പ്ലേസ്മെന്റ്, അതിന്റെ ഒരു കാര്യം എങ്ങനെയാണ്? കാരണം അത് തോന്നുന്നില്ലേ ആ ഒരു പാട്ടും നമുക്കൊരു സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്തു? അതെ, ആ പാട്ട് ഞാൻ ഫസ്റ്റ് ഇവരുടെ കഥ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പാട്ട് ഇതിന്റെ മെയിൻ ഭാഗമാണ്. കാരണം ഈ പാട്ട് കേട്ടിട്ട് അകത്തോട്ട് പോകുന്നത്. അപ്പോൾ പാട്ട് എന്തായാലും സിനിമയിൽ വേണം. ആൻഡ് ക്ലൈമാക്സിൽ ആ പാട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ രക്ഷപ്പെട്ടു പോയി. അല്ലേ, പീപ്പിൾ റിയലി കണക്റ്റഡ്. അവിടെ നമുക്കും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അവിടെ അത് ഇളയരാജ സാറിൻ്റെ പാട്ട് അവർക്കൊരു വേറെ തന്നെ വികാരമാണ്. ഒരു ഫുൾ അറ്റ്മോസ്ഫിയർ, അത് തിയേറ്ററിൽ അത് വീണ്ടും മുഴങ്ങി കേൾക്കാന്ന് പറയുമ്പം അവരുടെ ഒരു വികാരം. അത് കമൽ സാറിൻ്റെ സൗണ്ടും എൻ്റെ അതും സുശീലാമ്മയുടെ സൗണ്ടും അതൊരു വേറെ വികാരമാണ്. അത് നമുക്ക് ഒരു പഴയ നമ്മളുടെ പാട്ട് തിയേറ്ററിൽ വരുമ്പോൾ അത് നമുക്ക് വേറെ എഫക്റ്റാണ് അതിനുണ്ടാവുക. അപ്പോൾ അത് പ്രത്യേകിച്ച് തമിഴ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് സിനിമ അത്രത്തോളം വലുതാണ്. അപ്പം ഇറ്റ് റിയലി വർക്ക്, ഇറ്റ് റിയലി ഹെൽപ് ഫോർ ദ മൂവി ടു കണക്ട് വിത്ത് തമിഴ് പീപ്പിൾ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രോളുകൾ. അതും അടിപൊളി ട്രോളുകളാണ് വരുന്നത്. ചേട്ടൻ കാണാറുണ്ടോ അതൊക്കെ? പിന്നെ എല്ലാം കാണാറുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ പാട്ടൊക്കെ വെച്ചിട്ട് എത്ര റീൽസ് ആണല്ലേ വരുന്നത്. കൊടൈക്കനാലിൽ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന വഴി കൊടൈക്കനാലിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമുള്ള റീലുകളാണ്. ചേട്ടനെല്ലാം കാണാൻ ശ്രദ്ധിക്കാറുണ്ട്? ഇപ്പോൾ ഇതിനുള്ളൊരു ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് വരാനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അച്ഛനായിരുന്നു അല്ലെങ്കിൽ ആരായിരുന്നു ഇൻസ്പിറേഷൻ? അച്ഛൻ തന്നെയാണ് ഞാൻ ആദ്യം കാണുന്ന സിനിമാക്കാരൻ. വീട്ടിൽ തന്നെ ഉള്ള ആളാണല്ലോ. പിന്നെ പല ആൾക്കാരും ഉണ്ട്. ഡയറക്ഷൻ സിനിമകൾ തന്നെയാണ് ഇൻസ്പിറേഷൻ റാദർ ദാൻ പീപ്പിൾ. സിനിമ ആണ് ഇൻസ്പയർ ചെയ്യുന്നത്. ഇഫ് ഐ കുഡ് ലൈക്ക് ഐ വാസ് ഏബിൾ ടു മേക്ക് സംതിങ് ലൈക്ക് ദിസ്. സിനിമകൾ തന്നെയാണ് ആൾക്കാർ. പിന്നെ കുറേ ഇഷ്ടംപോലെ വ്യക്തികളുണ്ട്. ഒരാൾ മാത്രമല്ല ടു മേക്ക് ഫസ്റ്റ്. പക്ഷെ ആദ്യം കാണുന്ന സിനിമാക്കാരൻ അച്ഛൻ തന്നെയാണ്. അതെ. ഇപ്പൊ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറിന്റെ പേര് പറഞ്ഞ ആളുടെ പേര് അല്ലെങ്കിൽ ഗ്ലോബലിയാണോ? ഗ്ലോബലിയോ അല്ലെങ്കിൽ മലയാളത്തിലോ? ഗ്ലോബലി എനിക്ക് കുറേ ഡയറക്ടേഴ്സിന് ഇഷ്ടമാണ്. ക്ലാസിക് ആൾക്കാർ പറയാമെങ്കിൽ എനിക്ക് കൊറോസോവ ഇഷ്ടമാണ്, പെദ്രോ അൽമദോവർ ഇഷ്ടമാണ്, അലഹാൻഡ്രോ ജോഡറോസ്കി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഡെനി വില്ലനുവി ഇപ്പം ഡ്യൂൺ ചെയ്ത്, അങ്ങനെ ലോട്ട് ഓഫ് പോൾ തോമസ് ആൻഡേഴ്സൺ, വോങ് കാർ വായ് ഈസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെട്ട സിനിമ പറയാൻ പറഞ്ഞ ഞാൻ വോങ് കാർ വായുടെ പടങ്ങൾ പറയാം. ഫോളൻ ഏഞ്ചൽസ് നല്ലതാണ്. പിന്നെ എമർ കുസ്തറക്കയുടെ അണ്ടർ വേൾഡ് അണ്ടർഗ്രൗണ്ട് നല്ലതാണ്. ദി ബാറ്റിൽ ഓഫ് അൽജിയേഴ്സ്, അങ്ങനെ കുറെ നൗ കംസ് സീതേഴ്സ്, അങ്ങനെ കുറെ അടിപൊളി പടങ്ങളുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ മഞ്ഞുമല ബോയ്സ് ഒക്കെ വന്ന് നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത ഏത് ജോണറാണ് പിടിക്കാൻ പോകുന്നത്? അടുത്ത ഒന്നും ചെയ്യാണ്ട് കുറച്ച് ദിവസം വെറുതെ ഇരിക്കണം അല്ലേ? മെയിൻ അടുത്ത അജണ്ട. അത്രത്തോളം തിരക്കായത് അല്ല, ഒന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണമെങ്കിലും പിന്നീട് പറയും. അങ്ങനെ അതാണ്. ഓക്കെ, എന്തായാലും ഇപ്പൊ ഇത്രത്തോളം വന്നു, ഇനിയിപ്പോ 200 crore ക്ലബിൽ കയറുമോ? കേറ്റും. അത് കഴിഞ്ഞ ദിവസം ചന്തുചേട്ടൻ വന്നപ്പോഴും പറഞ്ഞു ഞങ്ങളും പ്രതീക്ഷിച്ചത് 200 കോടി തന്നെയാണ്. ശരിക്കും അങ്ങനെ അല്ല, അത് നമ്മൾ കേറ്റുന്നാലും പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 weeks അല്ലെങ്കിൽ 3rd വീക്കിലേക്ക് എൻ്റർ ആവുന്നേ ഉള്ളൂ. ഐ തിങ്ക് പടം സ്റ്റിൽ ഹാസ് ടൈം ഇൻ തിയേറ്റേഴ്സ്. നമ്മളിപ്പം തെലുഗു ആൻഡ് ഹിന്ദി ഡബ് വേർഷൻസും കൂടെ നമ്മളിപ്പം തിയേറ്റർ റിലീസ് ഒരു ഇൻ എ വീക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് 200 വരണം. അപ്പൊ 200 കൂടും, അത് മസ്റ്റാണ്. അല്ല, അത് നമ്മൾ നോട്ട് റണ്ണിങ് ബിഹൈൻഡ് നമ്പേഴ്സ്. അത് നമ്പേഴ്സ് 200, 150 അതിലൊന്നും കാര്യമില്ല. പീപ്പിൾ ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് അതാണ് ഏറ്റവും വലിയ. ഇതിപ്പോൾ 200 അടിച്ചാലും ഇല്ലെങ്കിൽ ഇതിപ്പോൾ 100 ആയാലും പടം ഹാസ് ലൈക്ക് റിയലി ഗോട്ടൺ ഇൻ ടു പീപ്പിൾ. അത് എന്തായാലും സക്സസ് ആണ് അതിൽ. ഓക്കെ, ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഫുൾ മഞ്ഞുമൽ ടീംസിനോട് എന്താണ് പറയാനുള്ളത് ആസ് എ ഡയറക്ടർ? ലൈക്ക് റിയൽ മഞ്ഞുമൽ ബോയ്സിനോട് രണ്ടുപേരോടും പറയാനുള്ളത്? നമ്മള് പൊളിച്ച മക്കളെ ആണല്ലേ. അപ്പൊ നമ്മുടെ റിയൽ മഞ്ഞുമൽ ബോയ്സിനോടോ, നമ്മുടെ ബാലുചേട്ടൻ, ചന്തു, ആ ഫുൾ ക്രൂവിനോട് എന്താണ് പറയാ? അവരോട് എനിക്കൊന്നും പറയാനില്ല. അവരത് ഇപ്പോഴും കൂടെ കാണും, ഇതും കഴിഞ്ഞ് കാണും, ഇന്നലെയും കാണണം. അവരില്ലെങ്കിൽ പടമില്ല. കാരണം റിയൽ ബോയ്സും അവിടുത്തെ കൊടൈക്കനാലിൽ ഷൂട്ട് വെച്ചിട്ട് ഇവർക്ക് എന്നെ പരിചയമില്ലെങ്കിൽ എന്നെ തള്ളിയിട്ടിട്ട് പോയേനെ. അല്ലെങ്കിൽ അത്രയും ക്രൂരമായ ഷൂട്ട് തന്നെയായിരുന്നു അവിടെ. ഭയങ്കര രാവിലെ തന്നെ നനഞ്ഞ് കുളിച്ച് അവിടെ വന്ന് ഇത്രയും പരിപാടികൾ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഓട്ടവും പരിപാടിയും അത് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. അത് എന്നോടുള്ള സ്നേഹവും ഇഷ്ടം കൊണ്ട് അവർ കട്ടക്ക് നിന്നു. ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എല്ലാരും പോസ്റ്റ് ചെയ്ത് തുടങ്ങി. രാവിലെ കൊണ്ട് അസംബ്ലി നിർത്തുക, മറ്റേ മഴ പെയ്യുക. അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഭയങ്കര തണുപ്പാണ്. അത് രാവിലെ 5 മണിക്ക് ആ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ
അൺഇമാജിനബിൾ ആണ്. അതിനിടയ്ക്ക് ഗണപതിക്ക് ആർക്കൊക്കെ രണ്ടുപേർക്ക് പനി ഉണ്ടായിരുന്നു. ആ പനികൾ നമുക്ക് ഷൂട്ട് ചെയ്തില്ല പറ്റും. ആ പനിയുള്ളവരെ കൊണ്ടുപോയി വെള്ളം നനപ്പിച്ച് രാവിലെ കൊടൈക്കനാലിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ഈ പടത്തിലെ നടനല്ലാത്തതിൻ്റെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ കുറച്ച് കടുത്തേനെ. പിന്നെ റിയൽ ബോയ്സ് അവർ ഫുൾ സഹകരിച്ച് നിന്നു. അവർ അവരുടെ ജീവിതത്തിലെ വൾണറബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വരെ എന്നോട് ഓപ്പണായിട്ട് സംസാരിച്ചു. അപ്പോൾ അതൊക്കെ ഉള്ളതാണ് നമുക്ക് സ്ക്രിപ്റ്റിങ്ങിലും അത് ഉപയോഗപ്പെട്ടത്. അപ്പം താങ്ക്സ് ടു ദം ഓൾസോ. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു ചേട്ടാ. ഇത്ര ചെറിയൊരു വൈറ്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു ചേട്ടാ. അപ്പോൾ എന്തായാലും ചേട്ടാ 200 ക്ലബിൽ കയറട്ടെ. താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്.